നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണം 6 ഇന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മുൻകരുതൽ ഉണ്ടായില്ലെന്നും ഗുരുതര വീഴ്ചയെന്നും പിണറായി വിജയൻ. ദുരന്തത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയ ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. മഴക്കെടുതിയിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്ന് അപകടം. ട്രെയിനുകൾ വൈകിയോടുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. PSC പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറക്കി ആഭ്യന്തര വകുപ്പ്. PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങി. അട്ടിമറി നടന്നതായി സംശയിക്കുന്നുവെന്ന് പരാതിക്കാരന്റെ മൊഴി. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ അദാനി MSCയുമായുള്ള ധാരണയിൽ വ്യക്തത തേടാൻ സർക്കാർ. ഉന്നതാധികാര സമിതി വിവരങ്ങൾ തേടുന്നത് സെബിയെ അറിയിച്ച ധാരണയിൽ. അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷയിലെ സർക്കാർ നടപടി വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPMൽ ഭിന്നത. സർക്കാർ അഭിഭാഷക നിയമനത്തിന് ഹൈക്കോടതിയുടെ തിരുത്തൽ. സെഷൻസ് കോടതിയിൽ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ പ്രാഗൽഭ്യം നോക്കണം. സെഷൻസ് ജഡ്ജിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുക്കണമെന്നും കോടതി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. 6 ദിവസമായി നടന്ന വിലാപയാത്രയിൽ ആദരാഞ്ജലി അർപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ. ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. വിവിധ ഇടങ്ങളിൽ സ്ഫോടനം. ഹോർമൂസിൽ 20 യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി US സെൻട്രൽ കമാൻഡ്. കപ്പൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് ട്രംപ്. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫ്രാൻസ് മൊറോക്കോ മത്സരം രാത്രി 1:30. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരണം 6. 3 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ മഴ തുടരുന്നതിനാൽ മണ്ണ് മാറ്റുന്നത് പ്രതിസന്ധിയിലാണ്. ഇന്ന് സോൺ 3 നടത്തിയ തിരച്ചിലിൽ 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി എന്നീ 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാമിങ്ങിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മൃതദേഹങ്ങൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. മണ്ണിടിച്ചിലിൽ ഇതുവരെ 6 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. കനത്ത മഴയും കോടമഞ്ഞും തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത ഭൂമിയിലെത്തി. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. സുരക്ഷിതമായ സമയത്ത് തുരങ്കപാതയ്ക്ക് സമീപമുള്ള മൺകൂനകൾ മാറ്റുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മഴ പെയ്യുമ്പോൾ മണ്ണ് മാറ്റാൻ പറ്റില്ലെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദുരന്ത കാരണമറിയാൻ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും മന്ത്രി. ദുരന്തത്തിലകപ്പെട്ടവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കരാർ കമ്പനി പറയുന്നതിൽ അവ്യക്തതയുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മണ്ണ് മാറ്റാൻ കമ്പനിയോട് പലതവണ ആവശ്യപ്പെട്ടതാണെന്നും മന്ത്രി PK ബഷീർ പറഞ്ഞു. ചൂരൽമല പ്രദേശത്തേക്ക് പോകുന്നവർക്ക് യാത്രാ പ്രശ്നം ഉണ്ടാകില്ല. ആവശ്യത്തിനുള്ള മരുന്ന്, ഡോക്ടർ, നഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചൂരൽമലക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മഴ തുടരുകയാണെങ്കിൽ റേഷൻ അനുവദിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മണ്ണിടിച്ചിലിൽ അകപ്പെട്ടവരെ തിരയുന്നത് തുടരും. അമൃത ന്യൂസ്, വയനാട്. വയനാട്ടിലെ മഴ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഗുരുതര വീഴ്ചയാണ്. അതിതീവ്ര മഴയുണ്ടായിട്ടും അപകട മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. അപ്പോ ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. എന്നാൽ
അതോടൊപ്പമുള്ള ഒരു ഭാഗം മണ്ണും മേലെ നിന്ന് വന്ന വെള്ളവും മണ്ണും അതിനോട് ചേർന്നുള്ള എല്ലാം കൂടിയാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കൂടെ ഈ നീക്കിയിട്ട മണ്ണും കൂടി ചേർന്നപ്പോൾ നല്ല ശക്തിയിലൊരു ഒഴുക്കായി എന്താണ്. കള്ളാടിയിലെ ദുരന്തമുഖത്ത് സജീവമായി ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. സർക്കാർ കൂട്ടുത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രസ്താവനകൾ നടത്തി ദുരന്തമുഖത്ത് ഇടപെടരുത് എന്നും വസീഫ് പാലായിൽ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിൻ്റെ രാഷ്ട്രീയം നോക്കി എന്തെങ്കിലും ഒരു അവസരം നോക്കി ഇങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ മെനക്കെടാറില്ല. UDFിൻ്റെ കാലത്തും അവരുടെ ഇപ്പോഴുള്ള മന്ത്രിമാർ അന്ന് പറഞ്ഞതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയാറില്ല. ഇവിടെ പക്ഷേ എന്താ ഉണ്ടായത്? നമ്മുടെ നാട്ടിലൊക്കെ ഈ പോലീസുകാരെ കുറിച്ചൊരു തമാശ പറയാറുണ്ട്. ഒരു ഡെഡ് ബോഡി ഈ അതിർത്തിയിൽ വന്നാൽ അപ്പുറത്തെ അതിർത്തിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത. അതുപോലെ ഒരു വ്യഗ്രത കാണിക്കുകയാണ്. ഇത് തങ്ങളുടെ കാലമല്ല, ഞങ്ങളുടെ പോരായ്മയല്ല, ഇത് ഇന്ന കാരണം കൊണ്ടാണ്. പെട്ടെന്ന് ശരീരം കഴുകി വൃത്തിയാക്കാൻ, അവനവൻ്റെ ശരീരം കഴുകി വൃത്തിയാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് വിനയത്തോടെ ഈ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ഇടപെടണം, പ്രവർത്തിക്കണം. നിങ്ങളുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മ ഈ നാടിൻ്റെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കരുത്. വയനാട് കള്ളാടി ദുരന്തത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് തേടിയത്. സർക്കാർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. അമിക്കസ് ക്യൂരിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണു. 3ാം പ്ലാറ്റ്ഫോമിലേക്കാണ് 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണത്. ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 11:10 സംഭവം. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോമിലുള്ളപ്പോഴാണ് അപകടം. ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ടിയിരുന്നായിരുന്നു ഈ ട്രെയിൻ. അപകടം നടക്കുന്ന സമയത്ത് യാത്രക്കാർ ഇവിടെ ഇല്ലാതിരുന്നതാണ് ദുരന്തം ഒഴിവായത്. ഇവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ ഓടി മാറുകയും ചെയ്തു. റൂമിൽ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഓടിക്കുക. 2 ആൾ പുറത്തായിരുന്നു, ഒരാൾ ഉള്ളിലുണ്ടായിരുന്നു. ഓൾറെഡി ഇതിനൊരു അപകട സാധ്യത ഉണ്ടെന്ന് അറിയിച്ചിരുന്നോ? ഇല്ല, ആരും അറിയിച്ചില്ലല്ലോ. അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. 150 വർഷത്തോളം പഴക്കമുള്ളതാണ് കെട്ടിടം. ക്ലോക്ക് ടവർ തകർന്നു വീണേക്കാമെന്ന മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായാണ് വിവരം. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിവരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇവിടെ മറ്റു തൊഴിലാളികൾക്കും ലഭിച്ചിരുന്നില്ല. അറിയിപ്പ് ഇതുവരെ ഞങ്ങൾ ലഭിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബിൽഡിങ്ങിന്റെ അവസ്ഥ ശോചനീയമായിരുന്നു. ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പുറകിൽ നിന്ന് പൂട്ടി വരുമ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്. ഒന്നായിട്ട് പുക മൂടി കിടക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് MLA-മാരായ കെ ജയന്തും ഫൈസൽ ബാബുവും ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ പൊളിക്കാൻ വെച്ച ഒരിടത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തുക എന്ന് പറയുന്നത്, ഇതൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കോഴിക്കോട്ടെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവിടെ നിന്ന് സസ്പെൻഷൻ കൊടുത്ത് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യണം. അപകടത്തിന് പിന്നാലെ 1 മുതൽ 3 വരെയുള്ള പ്ലാറ്റ്ഫോമുകളോടുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു. കോഴിക്കോട്ടേക്കുള്ള ട്രെയിനുകൾ കല്ലായി വരെയാക്കി. മറ്റു ട്രെയിനുകൾ വെസ്റ്റിയിൽ നിന്നും പുറപ്പെടാൻ സൗകര്യമൊരുക്കി. ഇവിടെ എത്താൻ റെയിൽവേ സ്റ്റേഷനിൽ KSRTC സർവീസ് ഏർപ്പെടുത്തി. ക്ലോക്ക് ടവറിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇന്ന് പൊളിച്ചുമാറ്റാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് ഇന്നിവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ ടവർ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായും പൊളിച്ചു നീക്കാൻ എന്താണ് അമാന്തം കാണിച്ചതെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ക്യാമറമാൻ KP ഷൈജിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ശക്തമായ മഴയിൽ ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തി. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി
അവധി ബാധകമാണ്. മുൻപ് നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അതേസമയം മഴയെ തുടർന്ന് ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. തൃശൂർ ചാലക്കുടിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ലൗലി ജോയുടെ പുരയിടത്തിലെ മരങ്ങളാണ് നിലം പതിച്ചത്. പത്തനംതിട്ട ചെങ്ങറ സമരഭൂമിയിൽ അനിലിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അനിൽ, ഭാര്യ മിനി, അയൽവാസിയായ സരസമ്മ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകി. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. നമ്പിക്കുളങ്ങര നേതാജി വായനശാലയ്ക്ക് സമീപം മണ്ണിടിഞ്ഞു വീണു. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം മലയോര തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമത്തിന് ഭീഷണിയാകുന്ന ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. കക്കാടംപൊയിൽ പ്രദേശത്തെ ക്വാറിയിലെ കൂറ്റൻ മൺകൂന ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അമൃത ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മേലേമങ്ങാട് പ്രദേശത്തെ ക്വാറിയിലെ മൺകൂന ഭീഷണിയായിരുന്ന കുടുംബങ്ങളെ തേടി ആശ്വാസ വാർത്തയെത്തുന്നത്. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറും ചാലിയാർ പഞ്ചായത്ത് അധികൃതരും നേരിട്ടെത്തി ക്വാറിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അടിയന്തര സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ക്വാറിയിലെ കൂറ്റൻ മൺകൂന ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്നും ഇത് താഴെയുള്ള നിരവധി കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചു. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അപകട ഭീഷണിയിലായിരുന്ന വീട്ടുകാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. അമൃത ന്യൂസ് കോഴിക്കോട്. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി. PSCയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പരാതിക്കാരന്റെ മൊഴി എടുത്തിരുന്നു. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. PSC യോഗം ചേരുന്ന ഹാളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. PSC നിയമന വിവാദത്തിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ചോദ്യപേപ്പറുകൾ കത്തിച്ച് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് നീക്കമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. യോഗം നടക്കുന്ന ഹാളിന് മുന്നിൽ ഉപരോധം തീർത്തവരെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിനും ഇടയാക്കി. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ അദാനി കമ്പനിക്ക് MSCയുമായുള്ള ധാരണയിൽ വ്യക്തത തേടാൻ സർക്കാർ. സെബിയെ അറിയിച്ച ധാരണയിലാണ് ഉന്നതാധികാര സമിതി വിവരങ്ങൾ തേടുന്നത്. അദാനി ഗ്രൂപ്പ് നൽകിയ കത്തിന്മേൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ ഓഹരിയിൽ MSC കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഇടപാടുകളുടെ ധാരണയിലാണ് സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി വ്യക്തത വരുത്തുന്നത്. ഓഹരി കൈമാറ്റം പരമാവധി എത്ര വരെയാകാം? MSCക്ക് തുറമുഖ ഡയറക്ടർ ബോർഡിൽ പ്രാതിനിധ്യമുണ്ടാകുമോ? MSCയുടെ പ്രവർത്തനാവകാശം എങ്ങനെയായിരിക്കും? MSCയുടെ പ്രത്യേക വാണിജ്യ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ചരക്കു നീക്കത്തിൽ MSCക്കുള്ള മുൻഗണന തുടങ്ങിയവ സംബന്ധിച്ച് അദാനിയോട് വിശദീകരണം തേടുകയും പരിശോധിക്കുകയുമാണ് ആദ്യഘട്ടം. ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിട്ടുള്ള അപേക്ഷയിൽ കമ്മിറ്റിയുടെ ശുപാർശയിലും റിപ്പോർട്ടിലും തീരുമാനമെടുത്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഓഹരി കൈമാറ്റം സാധ്യമാവുക. അതേസമയം ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ രാഷ്ട്രീയ പോരാട്ടം തുടരുകയാണ്. അദാനിയുടെ കരാർ ലംഘനം ലാഘവത്തോടെ കാണാൻ കഴിയില്ലെന്നും സർക്കാരിന് ലഭിച്ച കത്തിന്മേൽ എന്തു നടപടിയാണ് സ്വീകരിച്ചതെന്നും വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി
പ്രതിപക്ഷത്തിനെതിരെ നടത്തിയത് വില കുറഞ്ഞ ആക്ഷേപമാണ്. ദേശാഭിമാനിക്ക് മുൻപ് പല പത്രങ്ങളും ഓഹരി കൈമാറ്റ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതാണ് കാണാനിടയായി. ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത പൊക്കിപ്പിടിച്ചാണ് സ്വന്തം വാദങ്ങൾക്ക് മുഖ്യമന്ത്രി ന്യായീകരണം കാണാൻ ശ്രമിക്കുന്നു. ദേശാഭിമാനിക്ക് ഓഹരി കൈമാറ്റം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയത്. ഈ വിവരം മുൻ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത്. ഇ.പി. ജയരാജൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ CPM-ൽ വ്യത്യസ്ത നിലപാടില്ല എന്നും VN വാസവൻ. പാർട്ടിയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും പാർട്ടിയിലെ ചർച്ചയിൽ വ്യത്യസ്ത നിലപാട് ഉയർന്നിട്ടില്ല. ഇ.പി. ജയരാജൻ പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടൊന്നും സ്വീകരിച്ചിട്ടുമില്ല. ജയരാജൻ കൂടിയുള്ള യോഗത്തിലാണ് പാർട്ടി നിലപാട് ചർച്ച ചെയ്തത് എന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ CPM-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായമോ ഇത്തരം വിഷയങ്ങൾ നല്ല രൂപത്തിൽ പൊതുജനം ഇതിന്റെ പിന്നിൽ അണിനിരന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ മറ്റു രൂപത്തിൽ ചെയ്തു വിടാനുള്ള ശ്രമങ്ങളുമൊക്കെ പല രൂപത്തിൽ നടക്കാറുണ്ട്. പക്ഷേ ഇ.പി. ജയരാജൻ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് പറഞ്ഞ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് പോയതായി ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ല. അദ്ദേഹം പാർട്ടി ലൈനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇതുവരെയുള്ള കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എല്ലാ സെക്രട്ടേറിയറ്റുകളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയുള്ള പാർട്ടിയിൽ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച് സെബിയുമായി VD സതീശൻ മുൻകൂട്ടി ചർച്ച നടത്തിയെന്നും VD സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ അനുവാദം തങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പ് കമ്പനിക്ക് ലഭിച്ചതായി KN ബാലഗോപാൽ ആരോപിച്ചു. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർക്ക് സെബിക്ക് ഇത് കൊടുക്കാൻ ധൈര്യം വന്നത്? സെബിക്ക് ഇത് കൊടുക്കാൻ ധൈര്യം വന്നത് സംസ്ഥാനത്ത് തൊട്ടുമുമ്പ് ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ് സമയത്ത് അത് കൊടുക്കാൻ ധൈര്യം വന്നില്ലല്ലോ. ഈ ഗവൺമെൻറ് സമയത്താണ് ധൈര്യം വന്നത്. ഈ ഗവൺമെൻറ് സമയത്ത് ധൈര്യം വന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, പുതിയ മന്ത്രിസഭ വന്നു. മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിട്ട് നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള ശ്രീ VD സതീശനുമായിട്ട് ഈ കമ്പനിയുടെ ആളുകൾ സംസാരിച്ചു എന്നുള്ള വാർത്തകളും യാത്രയെപ്പറ്റിയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് തീരുമാനമെടുക്കാൻ ഇൻഫോർമലി അനുവാദം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് സെബിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നത്? സെബിക്ക് അപേക്ഷ കൊടുത്തല്ലോ. സെബിക്ക് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സെബിക്ക് അപേക്ഷ കൊടുത്തെങ്കിലും ഇനി ഇവിടെ വന്ന് അനുമതി മേടിച്ചിട്ടേ ചെയ്യാൻ പറ്റും, അനുമതി മേടിച്ചാലേ ഇത് നടത്താൻ പറ്റുമെന്നാണ്. അവിടെയാണ് ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം. ഇത് മുൻകൂട്ടി അവർ ഈ കാര്യത്തിനകത്ത് എങ്ങനെയോ അവർക്ക് ഒരു ഉറപ്പ് കിട്ടി. രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം തുറമുഖ വിവാദത്തിൽ പ്രതികരണവുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്. ഓഹരി കൈമാറ്റത്തിൽ കൃത്യമായ നിബന്ധനകൾ ഉണ്ടായിട്ടും അതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. MSC പോലെയുള്ള വൻകിട കമ്പനികൾ വരുന്നതിനെ അല്ല, മറിച്ച് വിഴിഞ്ഞം തുറമുഖം അവർക്ക് കൈമാറുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ തകർത്ത് കുളച്ചിൽ തുറമുഖം വികസിപ്പിക്കുക എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ നീക്കമെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. 250 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റേതെങ്കിലും പോർട്ടിൽ 25% ഓഹരിയുള്ള ഒരു കമ്പനിക്ക് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ കൈമാറാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. കരാറിലെ 5-9 ക്ലോസ് ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. കേരള മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തോട് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തൂത്തുക്കുടി പോർട്ടിൽ ഓഹരിയില്ലേ? ഇങ്ങനൊരു ക്ലോസ് വെച്ചതിന് പ്രത്യേക ലക്ഷ്യം ഉണ്ടാവുമല്ലോ.
നിങ്ങളുടെ എംപവേർഡ് കമ്മിറ്റി ക്ലോസ് ചെയ്തോ? കേരളത്തിന്റെ ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തോ? ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യമല്ല, നയപരമായിട്ട് രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഈ പോർട്ടിന് വേണ്ട അനുബന്ധ ലോജിസ്റ്റിക്സ് പാർക്കുകൾക്ക് ഭൂമി ഏറ്റെടുക്കുക, വൈദ്യുതി കണക്ഷൻ ഉറപ്പുവരുത്തുക, കുടിവെള്ള പ്രൊഡക്ഷൻ ഉറപ്പുവരുത്തുക, ഭൂഗർഭ റെയിൽവേ ഉണ്ടാക്കുക, ഇതൊക്കെ ചുമതലപ്പെട്ട വിസിലാണ്. മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടത് പ്രതിഷേധാർഹമെന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. അദ്ദേഹം പ്രതികരിച്ചു. കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. അതുകൊണ്ട് അകാരണമായി കേരള മാരിടൈം ബോർഡിനെ പിരിച്ചുവിട്ട നടപടി യഥാർത്ഥത്തിൽ പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ വിൽപ്പന നടത്തി നമ്മൾ കാണുന്ന പോലെ മിഷൻ സമുദ്ര എന്ന ആശയത്തിൻ്റെ മറവിൽ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മാരിടൈം ബോർഡിനെയും പിരിച്ചുവിടാൻ ഇടവന്നിട്ടുള്ളത്. സർക്കാർ അഭിഭാഷക നിയമനത്തിന് ഹൈക്കോടതിയുടെ തിരുത്തൽ. സർക്കാരിന്റെ കരട് സർക്കുലർ തിരുത്തി സെഷൻസ് കോടതിയിൽ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ പ്രാഗൽഭ്യം കൂടി നോക്കണമെന്ന് കോടതി. സെഷൻസ് ജഡ്ജിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പൾസർ സുനി ജാമ്യം തേടി ഹൈക്കോടതിയിൽ. പരമാവധി ശിക്ഷാ കാലാവധിയിൽ കൂടുതൽ സമയത്ത് ജയിലിൽ കഴിഞ്ഞതിനാൽ അപ്പീൽ ജാമ്യം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പീൽ പരിഗണിച്ച അന്തിമ ഉത്തരവ് പറയുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ജാമ്യം നൽകിയാൽ പീഡന ദൃശ്യം പുറത്ത് പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യഹർജി വിധി പറയാൻ മാറ്റി. ഷുഹൈബ് വധക്കേസിലെ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി വാദം കേട്ട് വിധി പറയാൻ മാറ്റി. കോടതി മാറണമെന്നാവശ്യപ്പെട്ട പ്രതികളുടെ ജാമ്യം റദ്ദാക്കി ജയിലിൽ അടച്ചത് മുൻപ് വിവാദമായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടാണ് പ്രതികളെ മോചിപ്പിച്ചത്. കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജി സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയെ എതിർക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലി ഹാജരായതിനെയും പ്രതികൾ എതിർത്തിരുന്നു. മുൻപ് ഷുഹൈബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആസിഫ് അലി കോടതിയിൽ ഹാജരായത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ എതിർപ്പ് അറിയിച്ചത്. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന BJP തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ച് കോടതി. ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. നിയമപ്രകാരമുള്ള ഇളവ് കൂടി ലഭിച്ചാൽ മാത്രമേ സുഗതനെ ജയിൽ മോചിതനാകാൻ സാധിക്കൂ. കാപ്പ കേസിൽ ഉൾപ്പെട്ട വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതനാണ് നെടുമങ്ങാട് കോടതി ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഈ മാസം 13 വൈകിട്ട് 5 മുതൽ 14 രാത്രി 9 മണിവരെയാണ് ജാമ്യം. മാർച്ചിൽ വട്ടിയൂർക്കാവ് വള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് സുഗതന് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ 2 കേസുകളിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയായിരുന്നു. കാപ്പ പ്രകാരം ജയിലിൽ കഴിയുന്നതിനാൽ ആ വകുപ്പ് പ്രകാരമുള്ള ഇളവ് കൂടി ലഭിച്ചാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാനാകൂ. കാപ്പ കേസിന് കാരണമായ കേസുകളിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി കാപ്പയിൽ ഇളവ് ലഭിക്കാൻ സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. 101 അംഗ കോർപ്പറേഷനിൽ ഭരണം നടത്തുന്ന BJPക്ക് സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് ഉള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണം നടത്തുന്ന BJPക്ക് സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിർണായകമാണ്. അടുത്ത കൗൺസിലിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ അംഗത്വത്തിന് ഇത് വെല്ലുവിളിയാകും. നിലവിൽ സുഗതന്റെ 6 മാസ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി ശരിവെച്ചിരുന്നു. വീണ്ടും കൗൺസിലിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സുഗതൻ നേടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ 13-കാരിയുടെ വ്യാജ പരാതിയിൽ കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ കൂടൽ സ്റ്റേഷൻ SI ജെയ്മോനെ സ്ഥലം മാറ്റി. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റം. സംഭവത്തിൽ കൂടൽ സ്റ്റേഷന്റെ ചുമതല നിർവഹിക്കുന്ന കോന്നി CIക്കെതിരെയായ നടപടി DIG ഉടൻ തീരുമാനിക്കും. അച്ചടക്ക നടപടി ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ASP DIGക്ക് നൽകി. വകുപ്പുതല അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി.
കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ ഹൈക്കോടതി ഇടപെടൽ. തൊഴിൽ വകുപ്പിന് ഇടപെടാനാകില്ല എന്ന കമ്പനിയുടെ വാദം തള്ളി. അതേസമയം ഇന്നും ജോലിക്കെത്തിയ ജീവനക്കാർക്ക് കമ്പനിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തി. തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ചർച്ച നടത്തണം. സർക്കാരിന് വിഷയത്തിലിടപെടാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തൽസ്ഥിതി തുടരണമെന്ന ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവ് നിർബന്ധിത ഉത്തരവല്ലെന്നും കോടതി പറഞ്ഞു. നാളെയാണ് സ്ഥാപനത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച. തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ച കമ്പനി അധികൃതരുടെ അസൗകര്യം മൂലം മാറ്റുകയായിരുന്നു. അതേസമയം ഇന്നും കമ്പനിയിലെത്തിയ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് CITUയും INTUCയും ഇന്ന് കോറോ ഹെൽത്തിലേക്ക് മാർച്ച് നടത്തി. ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ സ്ഥാപനം ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടി വരുന്ന തൊഴിലാളികളെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം അവരെ പറഞ്ഞു വിടുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്നും തൊഴിൽ നിയമങ്ങളിൽ പറയുന്ന കാര്യം മാത്രമല്ല, തൊഴിലാളി വിരുദ്ധ നടപടി കൂടിയാണ്. നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷവും തൊഴിലാളികളെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാവിലെ ജോലിക്ക് വന്ന് സീറ്റിലിരുന്നു, സന്തോഷമായി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റം നോക്കുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ അവരെല്ലാം പിരിച്ചുവിട്ടതായി ഒരു അനൗൺസ്മെന്റ് വരുന്നു. നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? അപ്പോൾ ലോകത്ത് മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത കിരാതമായ ഒരു നടപടി. അമൃത ന്യൂസ്, കൊച്ചി. മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. UCC ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റിയെ ദേവേന്ദ്ര ഫട്നാവിസ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ 7-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. പശ്ചിമബംഗാളിലും UCC കൊണ്ടുവരാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരാഖണ്ഡ് ഇതിനോടകം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുമ്പോഴാണ് BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ സംസ്ഥാന തലത്തിൽ UCC പ്രാബല്യത്തിൽ വരുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനയുടെ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുന്നു. 6 ദിവസം നീണ്ട വിലാപയാത്രയ്ക്കും വിവിധ ഇടങ്ങളിലെ പൊതുദർശനത്തിനും ശേഷമായിരിക്കും ഖബറടക്കം. അയതൊള്ള ഖമനയുടെ ജന്മസ്ഥലമായ മഷാദിലെ ഇമാം റസ പള്ളിയിലെ ഖബറിസ്ഥാനിലായിരുന്നു ചടങ്ങുകൾ നടക്കുന്നത്. ഖമനയോടൊപ്പം കൊല്ലപ്പെട്ട മകന്റെയും പേരക്കുട്ടിയുടെയും ഖബറടക്കവും നടന്നു. നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത് ആദരാഞ്ജലി അർപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ Iran-US വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെ തുടർച്ചയായ 2ാം ദിവസവും ഇറാനുമേൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. 2 ദിവസത്തെ US ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടതായും 70-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ഭരണകൂടം സ്ഥിരീകരിച്ചു. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ്, സിറിക്, ചമ്പഹാർ എന്നിവിടങ്ങളിൽ സ്ഫോടനമുണ്ടായി. ചമ്പഹാറിലും കൊണാർക്കിലും ഏകദേശം 10ഓളം സ്ഫോടന ശബ്ദം കേട്ടതായും നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം അറിയിച്ചു. ചമ്പഹാറിലെ ഇറാഖ് നാവികസേനയുടെ ഇമാം അലി ബേസിൽ US യുദ്ധവിമാനങ്ങൾ ബോംബെറിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തിയെന്ന് ഇറാനും അവകാശപ്പെട്ടു. ഓസ്ട്രേലിയയുമായുള്ള നിർണായക വ്യാപാര കരാർ ഒപ്പിട്ട് ഇന്ത്യയുടെ ആണവ പദ്ധതിക്കായി ഓസ്ട്രേലിയ യുറേനിയം കൈമാറും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയ വഴിത്തിരിവ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെൽബണിൽ പറഞ്ഞു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ മോദി മുൻനിര വ്യാവസായിക പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. പ്രമുഖ ശാസ്ത്രജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഡോക്ടർ E.D. ജെമ്മിസിന് ഡോക്ടർ ഓഫ് സയൻസും പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ സത്യനന്ദിക്കാട് വ്യവസായ പ്രമുഖൻ P.K. അഹമ്മദ് എന്നിവർക്ക് ഡീലിറ്റും നൽകി കാലിക്കറ്റ് സർവകലാശാല ആദരിക്കും. വ്യാഴാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ബഹുമതികൾ നൽകാൻ സർവകലാശാല ചാൻസലറായ ഗവർണറോട് ശുപാർശ ചെയ്തു. പുതിയ സർക്കാർ പ്രതിനിധികൾ ആദ്യമായി പങ്കെടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സുപ്രധാന തീരുമാനം.
ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് PGക്ക് 40% മാർക്കുണ്ടെങ്കിൽ PhDക്ക് പ്രവേശനം നൽകാനും തീരുമാനിച്ചതായി വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അറിയിച്ചു. അതുപോലെ തന്നെ കലാസാംസ്കാരിക ഫിലിം ഡയറക്ടർ, പ്രശസ്ത സിനിമാ സംവിധായകനായ ശ്രീ സത്യൻ അന്തിക്കാട്, അതുപോലെ ശാസ്ത്രരംഗത്ത് വളരെയേറെ ലോകപ്രശസ്തനായ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള പ്രൊഫസർ എലുവത്തിങ്കൽ D. ജെമ്മിസ്, ED ജെമ്മിസ്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. തിരുവനന്തപുരം ഐസറിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു. അതുപോലെ ഒട്ടേറെ അന്താരാഷ്ട്ര അവാർഡുകളും എല്ലാം നേടിയിരിക്കുകയാണ് അദ്ദേഹം. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ TV സുധീർ കുമാറിനെ അന്വേഷണ സംഘം ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. സൊസൈറ്റിയിൽ 2.16 കോടിയിലധികം രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസിലെ 2ാം പ്രതിയായ പേരാമ്പ്ര സ്വദേശി റിനീഷിനെ കഴിഞ്ഞ ദിവസം കോട്ടയം പാലായിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. 1ാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രീന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ബെള്ളൂർ ഗവൺമെന്റ് സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് റാഗിങ്ങിന് ഇരയായി. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്ന് കാരണം പറഞ്ഞ് 4 +2 വിദ്യാർത്ഥികൾ ചേർന്ന് നിലത്തിട്ട് ചവിട്ടി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെളിഞ്ച സ്വദേശിയായ 16-കാരനെ വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ മുകളിലെ ബട്ടൺ ഇട്ടില്ലെന്ന കാരണം പറഞ്ഞ് +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. തലക്കടക്കം അടികൊണ്ടു. സംഭവത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദൂർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കാലത്തെ ക്ലാസ്സിൽ പോയി ബാഗ് വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്ന അപ്പോൾ +2 വന്നിട്ട് ബട്ടൺ ഇടാൻ പറഞ്ഞു. അതിൽ പറ്റില്ല, ഓറ് കൂട്ടിയിട്ടാണ് പറ്റില്ല എന്ന് പറയുമ്പോൾ അടിച്ച്. ഫസ്റ്റ് ഒരാൾ തന്നെയാണ്, 2 ആൾ വന്ന, പിന്നെ അതിൻ്റെ ബാക്കിൽ കൂട്ടത്തോടെ വന്ന് തല്ലി നെഞ്ഞിക്ക് ചവിട്ടല് ചെയ്തു. കൂട്ടമർദ്ദനത്തിൽ കുട്ടിയുടെ നെഞ്ചിനും കഴുത്തിനും പരിക്കേറ്റതായി രക്ഷിതാവ് പറഞ്ഞു. പരിക്കേറ്റ കുട്ടിയെ മുള്ളേരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുള്ളേരിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ എടുക്ക് വന്നത്. ഇവിടെ അഡ്മിറ്റ് ആക്കണോ എന്തെന്ന് അറിയില്ല. ഇപ്പോൾ വയറുവേദന ഉണ്ട്, വയറിൻ്റെ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ സ്കാനിങ് ഇടയില്ല, പുറത്ത് പോയിട്ട് എടുക്കണമെന്നാണ് ഇപ്പോൾ മാഷ്. ഓരെല്ലാം ശക്തമായിട്ട് ഇനി നടപടി എടുക്കണമെന്ന് തന്നെ പറയുന്നത്. മാഷ് ടീച്ചറെല്ലാം നമ്മളൊപ്പം തന്നെ നിന്നിട്ടുണ്ട്. പിള്ളേർ ഭയങ്കര മാസ്റ്റർമാർക്ക് ടീച്ചർമാർക്ക് ആര് പോയെങ്കിലും പിള്ളേർ എതിർ തന്നെ പറയുന്നുണ്ട്. ഭയങ്കര +2 പിള്ളേർക്ക് ഭയങ്കര ഇതാണ്. റാഗിംഗ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബെളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബെളൂർ ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ ദിവസവും +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ലോകകപ്പ് സെമി ഫൈനലിന്റെ ആവർത്തനമാണ് ഇത്തവണത്തെ ആദ്യ ക്വാർട്ടർ ഫൈനൽ. രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടുമ്പോൾ ആരാധകർക്ക് നെഞ്ചിടിപ്പാണ്. അന്നത്തെ തോൽവിക്ക് പകരം വീട്ടാൻ മൊറോക്കോയും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഫ്രാൻസും ഇറങ്ങുമ്പോൾ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. കിരീടം പ്രതീക്ഷിക്കുന്ന ടീമുകളിലൊന്നാണ് ഫ്രാൻസ്. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ നേരിടുമ്പോൾ വെല്ലുവിളികൾ ഏറെയാണ്. ശക്തരായ പോർച്ചുഗലിനെ ഉൾപ്പെടെ അട്ടിമറിച്ച ചരിത്രമുള്ള മൊറോക്കോയെ ഫ്രാൻസിന് അത്ര നിസ്സാരമായി കാണാനാകില്ല. ബോസ്റ്റണിലെ മസാച്യുസെറ്റ്സിലെ ഫോക്സ്ബറോ സ്റ്റേഡിയത്തിലാണ് തീപാറും പോരാട്ടം നടക്കുക. പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പരാഗ്വേയെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. കിലിയൻ എംബാപ്പയുടെ പെനൽറ്റി ഗോളിലാണ് പരാഗ്വയെ മറികടന്നത്. തകർപ്പൻ മുന്നേറ്റ നിരയിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ തകർക്കാൻ കഴിവുള്ള ടീമാണ് ഫ്രാൻസിന്. 2018 ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2022 ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയോട് പെനൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽവി അറിഞ്ഞത്. ഇത്തവണ ഗ്രൂപ്പ് ഐയിൽ ഉൾപ്പെട്ട ഫ്രാൻസ് കളിച്ച 3 മത്സരത്തിലും കിടിലൻ ജയത്തോടെയാണ് റൗണ്ട് 32 കടന്നത്. ഈ ലോകകപ്പിൽ തോൽവി അറിയാതെയാണ് മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിലെത്തിയത്. ഇത്തവണ പ്രീ ക്വാർട്ടറിൽ കാനഡയെ പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ അവസാന 8 യോഗ്യത നേടിയത്. അറ്റ്ലസ് ലയൺസ്
എന്നറിയപ്പെടുന്ന മൊറോക്കോ കാനഡയ്ക്കെതിരെ മികച്ച കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് പുറത്തെടുത്തത്. അസദീർ അനാഹിയുടെ ഇരട്ട ഗോളുകളായിരുന്നു അവരുടെ വിജയത്തിൽ നിർണായകമായത്. ക്യാപ്റ്റൻ ഹക്കീമിയുടെ മിന്നും ഫോമിലാണ് മൊറോക്കോയുടെ പ്രതീക്ഷ. റയൽ മാഡ്രിഡ് താരം ബ്രാഹിം ഡൈസും ഗോൾ കീപ്പർ യാസിൻ ബോനോയും മിന്നും ഫോമിലുള്ളത് മൊറോക്കോയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 2022 ലോകകപ്പ് സെമി ഫൈനലിന്റെ ആവർത്തനമാണ് ഈ മത്സരം. ഫ്രാൻസിനോട് ഏറ്റുമുട്ടിയ മൊറോക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽവി വഴങ്ങിയത്. അന്നത്തെ തോൽവിക്ക് പകരം വീട്ടാൻ മൊറോക്കോയും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഫ്രാൻസും ഇറങ്ങുമ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.